ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ മഴ തോരും മുമ്പ് പരമ്പരയുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അലീന ചില കടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മുടെ അതായത് കുളത്തൂപ്പുഴ വീട്ടിലോട്ട് സ്റ്റാൻലിയുടെ തന്റെ പപ്പയുടെ വീട്ടിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പക്ഷെ പപ്പയുടെ മനസ്സൊന്നും അലീനെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കുറച്ച് മനസ്സലിവ് വരുത്തണം പപ്പയുടെ കാര്യത്തില്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് നിരാഹാരം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിലല്ലാണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊന്നും പപ്പയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, പപ്പയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല, ഈ സ്വന്തം പപ്പയുടെ പണം അല്ലെങ്കിൽ സ്വന്തം വീട്ടില്, അലീനയുടെയും കൂടെ വീടാണല്ലോ, ആ വീട്ടില് ഈ അടുക്കളയിലുള്ള ഈ ഒരു ഇത്രയും വലിയ ഒരു അനീതി കണ്ടുകൊണ്ട് നിൽക്കാൻ അലീനയ്ക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അലീന തീരുമാനിച്ചത്. കാരണം ഇത്രയും വലിയ കൊള്ളരുതായ്മ തരം, കാരണം എന്തോര പണം പപ്പയുടെ കളയണത് പാഴാക്കി. ആഹാരമായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, പലചരക്കായിക്കോട്ടെ, അതൊക്കെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് പൗലോസൊക്കെ നടത്തുന്നത്. പക്ഷെ ഈ ഒരു അനീതി കണ്ടു നിൽക്കാൻ അലീനയ്ക്ക് പറ്റില്ല. അതിനെതിരെ പ്രതികരിക്കാൻ തന്നെ നമ്മുടെ അലീന തീരുമാനിക്കുന്ന രംഗമാണ് കേട്ടോ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ തന്നെ അലീന ചെന്നിട്ട് പൗലോസിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട, എനിക്ക് ഉപവാസം ഉണ്ടെന്ന് പറയണ. ഓ ആയിക്കോട്ടെ കുഞ്ഞെന്ന് പറയും. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി പതിവ് പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പം അലീന എത്തിയിട്ടില്ല, സമയമായി അവൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാ വരാത്തത് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അലീന സ്റ്റാൻലി തിരക്കുകയാണ്. അപ്പൊ പൗലോസ് പറഞ്ഞു, അതെ സാബ്, ഇന്ന് കുഞ്ഞിന് ഭക്ഷണം വേണ്ട എന്നാ പറഞ്ഞത്, ഇന്ന് എന്തോ ഉപവാസം എടുക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ സ്റ്റാൻലി ഒരു നിമിഷം ചിന്തിച്ചു, ഉപവാസോ, എന്തൊക്കെയാ ഇവള് കാണിക്കണത്, ഇനി എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ സ്റ്റാൻലി അവിടെ ഇരുന്നിട്ട് ലൈറ്റായിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അലീനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വരാത്തത്? പപ്പ എനിക്കിന്ന് ഭക്ഷണം വേണ്ട, എനിക്ക് ഉപവാസമാണെന്ന് പറയാം. അപ്പം സ്റ്റാൻലി ചോദിക്കാം, എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, വേറൊന്നുമല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഞാൻ ഒരു ഉപവാസം എടുക്കുകയാണ് എന്നുള്ളത്. അത് ഇനി എല്ലാ ദിവസങ്ങളിലും ഞാൻ ഒന്നരാടം ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുള്ളൂ പപ്പ എന്ന് പറയുന്നുണ്ട്. അതെന്താ? അപ്പൊ പറഞ്ഞ, അതെ, ഞാൻ ഒരു ദിവസം കഴിക്കാണ്ടിരിക്കുന്ന ആ ഭക്ഷണത്തെ ദിവസത്തിൽ ഒരു ദിവസം ഒന്നരാടം അല്ല കഴിക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് ഭക്ഷണം കഴിച്ച് നാളെ കഴിക്കാത്ത ഭക്ഷണത്തിന്റെ പണമെങ്കിലും സേവ് ചെയ്യാലോ. കാരണം ഇത്രയും വലിയൊരു അനീതി കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റില്ല പപ്പ. കാരണം വേറൊന്നുമല്ല, ഇത്രയും വലിയൊരു അനീതി പപ്പയ്ക്ക് അത് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവം കൊണ്ട് എനിക്ക് ഇതുപോലെയുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല പപ്പ എന്നൊക്കെ നമ്മുടെ അലീന പറയണേ. സ്റ്റാൻലിക്ക് ഇത് കേട്ടിട്ട് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതേ സമയം നമ്മുടെ പൗലോസും ആൻ്റപ്പനും ബൈജു ഒക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അതെ, പുതിയ തീരുമാനങ്ങളുമായിട്ട് അലീന മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നില് എന്തൊക്കെയാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ള ചിന്ത അവരുടെ ഇടയിൽ വരെയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ബൈജു പറയുന്നുണ്ട്, അതെ, നമ്മൾ ചില കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെയും കൂടെ ജീവിതത്തെ ബാധിക്കും. നമുക്ക് ഇവിടത്തെ കാര്യങ്ങൾ അപ്പം റീതാമ്മേനെ വിളിച്ചൊന്നും പറയണം. റീതാമ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ഒരു ഇളക്കവും ഹാലും വരില്ല എന്നുള്ള തീരുമാനം പറയണം. കാര്യം വേറൊന്നുമല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നടക്കുമ്പോൾ അതൊക്കെ അവരല്ലേ അറിയേണ്ടത്. ഈ കുടുംബത്തിൽ അവർക്കല്ലേ ഈ അലീനയെക്കാട്ടിലെ അവകാശം. അതുകൊണ്ട് അപ്പോ കാര്യങ്ങൾ നമുക്ക് അറിയിക്കണം എന്നൊക്കെ പറയണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി അലീനയുടെ പ്രവൃത്തികൾ നോക്കുകയാണ്. അതായത് അലീന കഴിക്കുന്ന ആഹാരം, ഒരു ദോശ, 2 ദോശ, അങ്ങനെയൊക്കെ മതി. അലീന ഭക്ഷണം മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള ഒരിത്. അപ്പൊ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്, അലീന കടുത്ത തീരുമാനം തന്നെയാണ് എടുത്ത്
കാണിക്കുന്നത് എന്നുള്ളത് സ്റ്റാൻലിക്ക് മനസ്സിലാവണം. ഇനിയിപ്പോ താൻ അവളെ കൂടെ വാശി കാണിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും തന്നെ കാര്യമില്ല. കാരണം അവളൊരു തീരുമാനം എടുത്തു, എന്റെ സ്വഭാവമായിരിക്കുമല്ലോ അവക്കും എന്നുള്ളതൊക്കെ സ്റ്റാൻലിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാളെ സ്റ്റാൻലി ആ ഒരു രീതിയിൽ ചിന്തിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദേഷ്യഭാവം അല്ലെങ്കിൽ ഒരു ഓർഡർ ഇടല് അങ്ങനെയൊക്കെയാ. പക്ഷെ അലീനയുടെ ചില പ്രവർത്തികള് സ്റ്റാൻലിയുടെ മനസ്സിനെ മയപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ട്, ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. അതായത് ദേഷ്യപ്പെടാനുള്ള പ്രവണത കുറഞ്ഞു വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു അവസ്ഥയിൽ സ്റ്റാൻലിക്ക് എന്ത് തീരുമാനിക്കണം അല്ലെങ്കിൽ അലീനയോട് എങ്ങനെ അത് പറഞ്ഞ് തീരുമാനം എടുപ്പിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ എന്തായാലും അലീനയുടെ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇങ്ങനെ പോയാൽ പറ്റില്ല മോളെ, നീ എന്താണ് ആഹാരം കഴിക്കാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ആകെ ഒരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടുകളായി പോവുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം അലീന ആ സമയത്ത് ആ പപ്പയോട് പറയുന്നുണ്ട്, പപ്പ ഇത്രയും വർഷത്തിനിടയിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പപ്പ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? നമ്മൾ അങ്ങനെ പണവും അല്ലെങ്കിൽ ഭക്ഷണങ്ങളും കളയേണ്ട കാര്യമുണ്ടോ പപ്പ? ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? പപ്പ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ അലീന കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അലീന പറയുന്നതിലും കാര്യമുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഒരു നിമിഷം ഇങ്ങനെ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ റൂമിൽ പോയിരുന്ന് ചിന്തിക്കുകയാണ്. അവള് പറയുന്നതിൽ എന്താണ് തെറ്റ്, അവള് പറയുന്നതിൽ ന്യായമുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ബോധ്യം സ്റ്റാൻലിക്ക് വരികയാണ്. ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ കുട്ടിച്ചായനെ വിളിക്കുന്നുണ്ട്, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഞാൻ ഉപവാസമായിട്ടൊക്കെ മുന്നോട്ട് പോണു വല്യപ്പച്ച, എന്തായി തീരും എന്നുള്ളതൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറ്റുന്നിടത്തോളം മുന്നോട്ട് പോകും. അപ്പൊ കുട്ടിച്ചായൻ പറഞ്ഞു, നീയല്ലേ എന്തായാലും സ്റ്റാൻലി നിന്റെ മുന്നിൽ മുട്ടുകുത്തും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം നീ ഒരു കാര്യം തീരുമാനിച്ച് അത് സാധിച്ചെടുക്കും ചിന്നമ്മ എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ അലീനയ്ക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ കുട്ടിച്ചായൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ആഹാരം കഴിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും അലീന കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറച്ച് മാത്രമേ അലീന കഴിക്കുന്നുള്ളൂ. അതൊക്കെ സ്റ്റാൻലി മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിക്ക് മനസ്സിലായി അലീന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ സ്റ്റാൻലി അങ്ങനെ ആ വലിയൊരു തീരുമാനം എടുക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, പൗലോസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ നാളെ മുതൽ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും അലീന പറയുന്ന പോലെ മുന്നോട്ട് പോയാൽ മതി. അവൾ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ പോട്ടെ എന്ന് പറയാം. നിങ്ങൾ അവൾ പറയുന്ന പോലെ അങ്ങനുസരിച്ചാൽ മാത്രം മതി എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത് കേൾക്കണ പൗലോസിന് മുഖത്തടിയേറ്റണക്കായി പോവുകയാണ്. കാരണം ഇത്രയും നാള് തന്റെ സാമ്രാജ്യമായിരുന്ന താൻ ഭരിച്ചുകൊണ്ടിരുന്ന തന്റെ അടുക്കള ഇനി മുതൽ അലീനയുടെ മേൽനോട്ടത്തിലാണ് എന്നറിയുമ്പോൾ വല്ലാത്തൊരു ഒരു എന്താ പറയണ ഒരു അസൂയയും കുശുമ്പും കുന്നായ്മയും എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചിന്ത പറയണ പൗലോസ് ശരി സാബെന്ന് പറഞ്ഞിട്ട് പൗലോസ് അടുക്കളയിൽ പോവുകയാണ്. ഇതേ സമയം സ്റ്റാൻഡിൽ ചെന്ന് അലീനെ വിളിച്ചിട്ട് പറയണ, അതെ ഞാൻ പൗലോസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ എന്തു പറയുന്നോ അത് തന്നെ ഇനി അടുക്കളയിലെ തീരുമാനമായിരിക്കും. നിന്നെ ചോദ്യം ചെയ്യാനോ നിന്നെ വിലക്കാനോ ഒരാളും ഈ വീട്ടിലില്ല എന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോ അലീനയ്ക്ക് സന്തോഷമാണ്. കാരണം തന്റെ പപ്പ താൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി അംഗീകരിച്ചു തന്നല്ലോ, അതിന്റെ ഒരു സന്തോഷം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അലീന ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തേണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അലീന ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചപ്പോ അലീന തന്നെ പപ്പയോട് പറയുന്നുണ്ട്, പപ്പ എനിക്ക് ഭക്ഷണം വാരി തരാവോ എന്ന് ചോദിക്കുന്നു കേട്ടോ. സ്റ്റാൻലിയുടെ മനസ്സ് വല്ലാണ്ടങ്ങ് പിടച്ചു. അതെ എനിക്ക് ഭക്ഷണം പപ്പയുടെ കൈ കൊണ്ട് വാരി തരണോന്ന് പറയണ. അങ്ങനെ ആ കോർക്കൊക്കെ മാറ്റിയിട്ട് സ്റ്റാൻലി കൈ കൊണ്ട് തന്നെ ഭക്ഷണം എടുത്ത് അലീനയുടെ വായിലോട്ട് വെക്കുകയാണ്. ഇത് അങ്ങനെ ആദ്യമായിട്ട് തന്റെ സ്വന്തം പപ്പയുടെ കയ്യിൽ നിന്ന് അലീനയ്ക്ക് അങ്ങനെ ഒരു ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അലീന നിറ കണ്ണുകളോട് സന്തോഷത്തോടെ തന്നെ പപ്പ വാരുത്തുന്ന ആഹാരം കഴിക്കുകയാണ്. അലീനയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് ആഹാരം വായിലോട്ട് വെച്ചു കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമാണ് സ്റ്റാൻലിയുടെ ജീവിതത്തിൽ അലീന വരുത്തിയത് കേട്ടോ. അങ്ങനെ അവരുടെ പപ്പയുടെയും മോളുടെയും ജീവിതത്തില് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ റീത്താമ്മ വലിയൊരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പാണ്. കാരണം എൽസമ്മേനെയും അതുപോലെ നമ്മുടെ അച്ഛൻകുട്ടി അങ്ങനെ എല്ലാരെയും സ്റ്റീഫനെയും എല്ലാരെയും കൂട്ടി ആങ്ങളമാരെയും കൂട്ടി മക്കളെയും കൂട്ടി റീത്താമ്മ നേരെ സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് വരാനുള്ള ഒരു പടയൊരുക്കം തന്നെ അവിടെ നടക്കുകയാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഴ തോരും മുമ്പ് പരമ്പരയുടെ ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവാനായിട്ടോ. അപ്പോ വൈകിട്ട് നമ്മള് കൃത്യം ഒരു 9-9:30 തന്നെ നമ്മുടെ മഴ തോരും മുമ്പ് പ്രൊമോ ആയിട്ട് വരുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ സാന്ത്വനം 2ന്റെ ഇന്നത്തെ വിശേഷം ഞാൻ കുറച്ച് വൈകിപ്പോയി എങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.